ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടുത്ത ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൈസൂർ പാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ആവശ്യമുള്ളത് കടലപ്പൊടി 1 കപ്പ്, നെയ്യ് 1 കപ്പ്, പഞ്ചസാര 1 കപ്പ്, പിന്നെ 1/4 കപ്പ് വെള്ളം കൂടെ വേണം. ആദ്യം നമുക്ക് കടലപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് വറുത്താൽ മതി, കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കടലപ്പൊടി ഞാൻ മീഡിയം ഹീറ്റിലിട്ടിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. ചൂട് അധികം ആയാൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വറുത്ത കടലപ്പൊടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചു വെച്ച കടലപ്പൊടിയിലേക്ക് നമുക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും കടലപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കട്ടയൊന്നും പിടിക്കാൻ പാടില്ല. നല്ലൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ നല്ല കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ളൊരു സ്മൂത്തായിട്ടുള്ള മിക്സാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി ഇങ്ങനൊരു നൂൽപ്പരുവം ആവുന്നത് വരെ അത് ചൂടാക്കിക്കൊണ്ടിരിക്കണം. നൂൽപ്പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കടലമാവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിലുള്ള നെയ്യൊക്കെ ഇപ്പോൾ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് നല്ല സ്മൂത്തായി വരുന്നത് വരെ നമ്മളിങ്ങനെ നെയ്യ് ചേർത്തുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടുള്ളൂ. നേരത്തെ ചേർത്ത നെയ്യ് ഇപ്പോൾ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ടോട്ടൽ 6 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ മിക്സ് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഇങ്ങനെയൊരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ടുള്ള മൗൾഡ് എടുക്കാം. അതിൽ കുറച്ച് ഗീ തേച്ച് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതൊരു പീസ് ഇതിൽ വെച്ച് കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ മിക്സ് മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മേൽഭാഗമൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ടതൊരു 30 മിനിറ്റ്സ് പുറത്ത് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മൈസൂർ പാക്ക് റെഡിയായി കിട്ടും. ഞാൻ 2 മൗൾഡിലായിട്ടാണ് മൈസൂർ പാക്ക് സെറ്റ് ചെയ്യാൻ വെച്ചത്. ഇപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്കാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇത് ദീപാവലിക്ക് ഉണ്ടാക്കി നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള മൈസൂർ പാക്ക് തന്നെയാണിത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.